ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. എവരിബഡി ലൈക്സ് ജോക്സ്. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? എല്ലാവർക്കും ജോക്സ് ഇഷ്ടമാണ്. നിങ്ങൾക്കും ജോക്സ് ഇഷ്ടമല്ലേ? ഓക്കെ, ഹിയർ ആർ സം ഗുഡ് വൺസ് റിലേറ്റഡ് ടു ഹ്യൂമറസ് സിറ്റുവേഷൻ ഫ്രം ദ ലിവ്സ് ഓഫ് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ ചില നല്ല ഗുഡ് വൺസ് റിലേറ്റഡ് ടു ഹ്യൂമറസ് സിറ്റുവേഷൻ ഫ്രം ലിവ്സ് ഓഫ് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്. എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിലെ ലീവ്സ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ തമാശ നിറഞ്ഞ തമാശ നിറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ചാപ്റ്റർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ വേൾഡ് ഓഫ് ഹ്യൂമർ, തമാശകളുടെ ആ ലോകം. I wake up every morning at 9 and grab for the morning paper. എന്താ പറയണത്? ഞാൻ എഴുന്നേൽക്കും. എത്ര മണിക്ക്? at 9. 9 മണിക്ക് എഴുന്നേറ്റ് എന്ത് നോക്കും? മോർണിംഗ് പേപ്പർ നോക്കും. Then I look at the obituary page. then എന്താ ചെയ്യുന്നത്? ഞാൻ ഏത് പേജിലേക്കാണ് നോക്കുന്നതെന്ന് പറയുന്നത്? ഒബിറ്ററി പേജ്. ഒബിറ്ററി പേജ് എന്ന് പറഞ്ഞാൽ ചരമകോളമില്ലേ, അതിനാണ് ഒബിറ്ററി പേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് മൈ നെയിം ഈസ് നോട്ട് ഓൺ ഇറ്റ് ഐ ഗെറ്റ് അപ്പ്. അതിൽ എൻ്റെ പേരില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു കോട്ടാണല്ലേ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്. വളരെ രസകരമായി ചിന്തിക്കാൻ തരത്തിലുള്ള ഒരു കോട്ട് തന്നെയാണല്ലേ. ഇത് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് ചരമകോളത്തിൽ ഇല്ല എങ്കിൽ അദ്ദേഹം എഴുന്നേൽക്കും. അതായത് ചരമകോളത്തിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, അദ്ദേഹം മരിച്ചല്ലേ. അതായത് മരിച്ച ആളുകളുടെ ഇതല്ലേ ചരമകോളത്തിൽ വരിക, ചരമ പേജിൽ ഒബിറ്ററി പേജിൽ ഉണ്ടാവുക. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് അതിലില്ലെങ്കിൽ അദ്ദേഹം എഴുന്നേൽക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആർതർ കൊനാൻ ഡ്വെയിൽ. ഒരു ഓതറിൻ്റെ നെയിമാണ് കേട്ടോ. ഓക്കെ, എന്താണ്? ആർതർ കൊനാൻ ഡ്വെയിൽ, ദ ഫേമസ് ഓതർ ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ എഴുതുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധയുള്ള ഒരു എഴുത്തുകാരനാണ് ആര്? ആർതർ കൊനാൻ ഡ്വെയിൽ. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്കറിയാം എന്താണ് കൂട്ടുകാരെ? എ സ്റ്റോറി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സോൾവിങ് ഓഫ് എ ക്രൈം. അതായത് കുറ്റാന്വേഷണ കഥകളല്ലേ. ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റാന്വേഷണ കഥകൾ. ഓക്കെ, നമുക്ക് നോക്കാം. വൺസ് വെൻ ടു പാരീസ്. ഒരു ദിവസം നമ്മുടെ ആർതർ കൊനാൻ ഡോയിൽ എങ്ങോട്ടേക്ക് പോയി? പാരീസിലേക്ക് പോയി. ഗോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പോവുക. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോമാണ് എന്ത്? വെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ആര് പാരീസിലേക്ക് പോയത്? ആർതർ കൊനാൻ ഡോയിൽ. ഓക്കെ, then hired a cab at the railway station to go to the hotel. അദ്ദേഹം ഹോട്ടലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എന്ത് വിളിച്ചു? എന്ത് ചെയ്യാണ്? ക്യാബ്. ക്യാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സിയാണ്. ഓക്കെ, ടാക്സി. അപ്പം നോക്കൂ, അദ്ദേഹം ഹോട്ടലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ടാക്സി വേണം. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ടാക്സി വിളിക്കുകയാണ്. വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കൊനാൻ ഡോയിൽ? ആസ്ക് ദ ക്യാബ്മാൻ. ക്യാബ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാബ്മാൻ, നമ്മൾ ക്യാബ് പറഞ്ഞു ടാക്സി അല്ലേ. അപ്പോൾ ക്യാബ്മാൻ ആരായിരിക്കും? ടാക്സി ഡ്രൈവറാണ്. ഓക്കെ, ക്യാബ്മാൻ ആരാണ്? ടാക്സി ഡ്രൈവർ. ദെൻ ടാക്സി ഡ്രൈവർ എന്താ ചോദിക്കുന്നത്? വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കൊനാൻ ഡോയിൽ? മിസ്റ്റർ കൊനാൻ ഡോയിൽ, നിങ്ങൾക്ക് ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. The writer was greatly surprised. അപ്പോൾ റൈറ്റർ എന്താണ്? വളരെയധികം അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ റൈറ്റർ അത്ഭുതപ്പെട്ടത്? നോക്കൂ, ക്യാബ്മാൻ എന്താ ചോദിച്ചത്? വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കൊനാൻ ഡോയിൽ? അതായത് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ടാണല്ലേ ചോദിക്കുന്നത്. അതായത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ ഇവർ. ഇവരെങ്ങനെയാണ് എൻ്റെ പേര് മനസ്സിലാക്കിയതെന്ന് വിചാരിച്ചിട്ട് ആർതർ കൊനാൻ ഡോയിൽ എന്താണ്? സർപ്രൈസ് ആവാണല്ലേ. ആകെ സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണ്. Then how do you know my name? He asked. അപ്പോൾ കൊനാൻ ഡോയിൽ ചോദിക്കുകയാണ്, how do you know my name? നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ പേര് മനസ്സിലായത്? അപ്പോൾ എന്താണ് പറയുന്നത് നമ്മുടെ ക്യാബ്മാൻ? എന്താ പറയുന്നത് നോക്കൂ. വെൽ ഇറ്റ്സ് സിമ്പിൾ. അത് വളരെ സിമ്പിളാണ്. ദ ക്യാബ്മാൻ said. ക്യാബ്മാൻ പറഞ്ഞു. Then the other day I read in the newspaper that you would probably visit Paris this week. ഇവിടെ നോക്കൂ, probably എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണ്? perhaps. പെർഹാപ്സ് നമ്മൾ പറയാറില്ലേ? പെർഹാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ. അപ്പോൾ പ്രൊബബ്ലി എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? പെർഹാപ്സ്, ഒരു പക്ഷേ. ഓക്കെ,
അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ക്യാബ്മാൻ എന്താ പറഞ്ഞത്? ദ അതർ ഡേ ഐ റീഡ് ദ ന്യൂസ് പേപ്പർ ദാറ്റ് യു വുഡ് പ്രോബബ്ലി വിസിറ്റ് പാരീസ് ദിസ് വീക്ക്. അതായത് ഈ ആഴ്ച താങ്കളൊരു സന്ദർശനത്തിനായിട്ട് ഇവിടെ വരുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഞാനത് ന്യൂസിൽ വായിച്ചെന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം അത് ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഐ നോട്ടീസ് ദാറ്റ് യുവർ സ്യൂട്ട് വാസ് മെയ്ഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ട്വീഡ്. ട്വീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റഫ് വുളൻ ഫാബ്രിക് ആണ്. അതായത് ഒരു വുളൻ മെറ്റീരിയൽ, ഈ സൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്? യെസ്, ഈ ട്വീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അദ്ദേഹം പിന്നെ പറഞ്ഞത് നോക്കൂ. എന്താണ് മറ്റൊരു കാര്യം പറഞ്ഞത്? യെസ്, then I noticed that your suit was made of good English tweed. അതുപോലെ തന്നെ നല്ല ഇംഗ്ലീഷ് വോൾ കൊണ്ടുണ്ടാക്കിയ സ്യൂട്ടാണല്ലോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് താങ്കളുടെ പേര് മനസ്സിലായെന്ന് പറയുകയാണല്ലേ. അപ്പോൾ നോക്കൂ, എന്താണ് നമ്മുടെ കൊനാൻ ഡോയിൽ പറയുന്നത്? വണ്ടർഫുൾ സാഡ് കൊനാൻ ഡോയിൽ. വണ്ടർഫുൾ എന്ന് പറയുകയാണല്ലേ, അത്ഭുതകരമായിരിക്കും. സാഡ് കൊനാൻ ഡോയിൽ, യു ആർ ബോൺ ഡിറ്റക്റ്റീവ്. യു ആർ എ ബോൺ ഡിറ്റക്റ്റീവ്. നിങ്ങളൊരു നല്ല കുറ്റാന്വേഷകനാണ്, ഡിറ്റക്റ്റീവ് ആണെന്ന് പറയുകയാണല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ക്യാബ്മാൻ റിപ്ലൈ പറയും നോക്കൂ. താങ്ക് യു സർ. ദ ക്യാബ്മാൻ റിപ്ലൈഡ്. താങ്ക് യു സർ എന്ന് ക്യാബ്മാൻ റിപ്ലൈ ചെയ്തു അല്ലേ, മറുപടി പറഞ്ഞു. ബട്ട് ഐ ആം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. വൈ? അപ്പോൾ എന്താ നമ്മുടെ ക്യാബ്മാൻ പറയണത്? ബട്ട് ഐ എം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. ഞാൻ ശരിക്കും എന്താണ് നല്ലൊരു ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. വൈ ഡു യു സേ ദാറ്റ്? ആസ്ക് കൊനാൻ ഡോയിൽ. അപ്പോൾ കൊനാൻ ഡോയിൽ ചോദിക്കുകയാണ്, വൈ ഡു യു സേ ദാറ്റ്? നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണല്ലേ. യു സീ സർ, യുവർ നെയിം ഈസ് റിട്ടൺ ഓർ യുവർ ലഗേജ്. അപ്പം കൊനാൻ ഡോയിലിനോട് നമ്മുടെ ക്യാബ്മാൻ പറയാണ്, യു സീ, നിങ്ങൾ നോക്കൂ സർ, യുവർ നെയിം ഈസ് റിട്ടൺ ഓർ യുവർ ലഗേജ്. നിങ്ങളുടെ ലഗേജിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. യെസ്, അദ്ദേഹത്തിൻ്റെ ലഗേജ് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ലഗേജിൽ ബാഗിൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ടിട്ടുണ്ടല്ലേ. അത് കണ്ടിട്ടാണ് നമ്മൾ ക്യാബ്മാന് ഇദ്ദേഹത്തിൻ്റെ പേര് കൊനാൻ ഡോയിലാണെന്ന് മനസ്സിലാക്കിയതല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഡു യു തിങ്ക് ദ ക്യാബ്മാൻ ഈസ് എ ഗുഡ് ഡിറ്റക്റ്റീവ്? വൈ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ക്യാബ്മാൻ ഒരു ഗുഡ് ഡിറ്റക്റ്റീവ് ആണെന്ന്. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു ഗുഡ് ഡിറ്റക്റ്റീവ് ആണോ? അല്ലല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ശരിയെന്നും ശരിയാണ്, ഗുഡ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ അല്ല എന്നും എഴുതാം. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് എഴുതുക. അപ്പം ഞാൻ എഴുതുന്നത് എന്താണ്? യെസ്, ഒരു ഗുഡ് ഡിറ്റക്റ്റീവ് അല്ല എന്നാണ്. കാരണം എന്താണ്? അദ്ദേഹം എന്താണ് ഈ ലഗേജിലുള്ള പേര് കണ്ടതുകൊണ്ടല്ലേ ഇയാളുടെ പേര് കൊനാൻ ഡോയിലാണെന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഐ ഡോണ്ട് തിങ്ക് ദ ക്യാബ്മാൻ ഈസ് എ ഗുഡ് ഡിറ്റക്റ്റീവ്. ഞാൻ ചിന്തിക്കുന്നില്ല അദ്ദേഹം നല്ലൊരു ക്യാബ്മാൻ ഒരു നല്ല ഡിറ്റക്റ്റീവ് ആയിരുന്നില്ല. ഹി സോ ദ നെയിം കൊനാൻ ഡോയിൽ റിട്ടൺ ഓൺ ഹിസ് ലഗേജ് ആൻഡ് ദാറ്റ് വാസ് വൈ ഹി കോൾഡ് റൈറ്റർ ബൈ ഹിസ് നെയിം. ഹി സോ ദ നെയിം കൊനാൻ ഡോയിൽ റിട്ടൺ ഓൺ ഹിസ് ലഗേജ്. എങ്ങനെയാണ് അദ്ദേഹം ഈ കൊനാൻ ഡോയിലിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ലഗേജിൽ എഴുതിയത് കണ്ടല്ലേ. അത് കണ്ടിട്ടാണ് എന്താണ് റൈറ്ററിൻ്റെ പേര് കൊനാൻ ഡോയിലാണെന്ന് ക്യാബ്മാന് മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അവിടെ എഴുതുക? അദ്ദേഹം ഒരു ഗുഡ് ഡിറ്റക്റ്റീവ് ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ രീതിയിലൂടെ എഴുതാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാർക്ക് ട്വെയിൻ, ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ. ആരാണ് കൂട്ടുകാരി? മാർക്ക് ട്വെയിൻ. യെസ്, ഒരു പ്രസിദ്ധി ആർജിച്ച ഒരു അമേരിക്കൻ എഴുത്തുകാരനാണല്ലേ. വൺസ് ഹി വാസ് ഗോയിങ് ടു ട്രെയിൻ ടു ഡിഷോൺ. ഇത് ഡിജോൺ എന്നല്ല വായിക്കുക. എന്താണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്? ഡിഷോൺ എന്നാണ് കേട്ടോ. എന്താണ്? ഡിഷോൺ. ഓക്കെ, വൺസ് ഹി വാസ് ഗോയിങ് ബൈ ട്രെയിൻ ടു ഡിഷോൺ. ഒരു ദിവസം എന്താണ് അദ്ദേഹം ട്രെയിനിൽ ഡിഷോണിലേക്ക് പോവുകയായിരുന്നു. ദാറ്റ് ആഫ്റ്റർനൂൺ എന്താണ് അദ്ദേഹം? യെസ്, ദാറ്റ് ആഫ്റ്റർനൂൺ ഹി വാസ് വെരി ടയേർഡ് ആൻഡ് വാണ്ടഡ് ടു സ്ലീപ്പ്. അദ്ദേഹത്തിന് വളരെ ക്ഷീണം തോന്നിയത് കാരണം അദ്ദേഹം എന്താണ് ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കാറില്ല. വളരെ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ ആഗ്രഹം തോന്നി. ഹി therefore asked the conductor to wake him up when they reached ഡിഷോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടക്ടറോട് എന്ത് പറയാണ്? ഡിഷോണിലെത്തിയ എന്നെ ഉണർത്തണമെന്ന് പറയാണ്. ബട്ട് ഫസ്റ്റ് he explained that he was very heavy sleeper. ഫസ്റ്റ് തന്നെ അദ്ദേഹം എന്താ പറയണത്? ഞാനൊരു ഹെവി സ്ലീപ്പറാണ്. അതായത് എന്താണ് നമ്മൾ പറയാറില്ലേ ഉറക്കപ്രാന്തുള്ള ആൾക്കാരെന്നൊക്കെ വളരെ ഉറക്കത്തിൽ പെട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഒരു രക്ഷയുണ്ടാവില്ല, നീക്കാനൊന്നും. അങ്ങനത്തെ ഒരാളാണെന്ന് പറയാണ്. അപ്പോൾ ഒരു ഹെവി സ്ലീപ്പറാണെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ എന്നെ എന്ത് ചെയ്യണം? എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചുണർത്തിയാൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം പറയാൻ നോക്കൂ. ഹി സാറ്റ് ടു ദ കണ്ടക്ടർ ട്രൈ ടു മേക്ക്
യെസ് ഹെവി സ്ലീപ്പർ ഐ വിൽ പ്രൊബബ്ലി പ്രൊട്ടസ്റ്റ് ലൗഡ്ലി വെൻ യു ട്രൈ ടു വേക്ക് മീ അപ്പ്. ഞാൻ എന്താണ് ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യും, എന്ത് ചെയ്യും, ഞാൻ നീക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ബട്ട് ഡു നോട്ട് ടേക്ക് എനി നോട്ടീസ്, ജസ്റ്റ് പുട്ട് മീ ഓഫ് ദ ട്രെയിൻ എനിവേ. എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് ബഹളം ഉണ്ടാക്കിയാലും നിങ്ങൾ എന്നെ ഈ ട്രെയിനിൽ നിന്ന് ഇറക്കിയേക്കണമെന്ന് പറയാണ്, ഇറക്കി വിടണമെന്ന് കണ്ടക്ടറോട് പറയാണ്. വെൻ ദ മാർക്ക് ട്വെയിൻ വോക്ക് അപ്പ് ദ ട്രെയിൻ വാസ് ഓൾറെഡി ഇൻ പാരീസ്. എന്താണ് സംഭവിച്ചത്, മാർക്ക് ട്വെയിൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എവിടെയായിരുന്നു, ഓൾറെഡി എവിടെയായിരുന്നു, യെസ് പാരീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദ ആംഗ്രി റൈറ്റർ റാൻ അപ്പ് ടു ദ കണ്ടക്ടർ ആൻഡ് സാഡ്. ആംഗ്രി വളരെ ദേഷ്യത്തോടു കൂടി റൈറ്റർ എന്താണ് കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയാണ്, ഐ നെവർ എവർ ബീൻ സോ ആംഗ്രി ഇൻ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണല്ലേ. ദ കണ്ടക്ടർ ലുക്ക്ഡ് അറ്റ് ഹിം കാംലി. അപ്പോൾ കണ്ടക്ടർ എന്താണ് അദ്ദേഹത്തെ വളരെ ശാന്തതയോടുകൂടി നോക്കിയിട്ട് പറയാണ്, യു ആർ നോട്ട് ഹാഫ് ആസ് ആംഗ്രി ദ അമേരിക്കൻ ഹോം ഐ പുട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് ഡിഷോൺ ഹി സാഡ്. എന്താ കൂട്ടുകാരെ സംഭവിച്ചിട്ടുള്ളത് നോക്കൂ, യു ആർ നോട്ട് ഹാഫ് ആസ് ആംഗ്രി ദ അമേരിക്കൻ ഹോം ഐ പുട്ട് ഓഫ് ദ ട്രെയിൻ അറ്റ് ഡിഷോൺ ഹി സാഡ്. അപ്പോൾ കണ്ടക്ടർ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശാന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഡിഷോണിൽ ഞാൻ ഇറക്കി വിട്ട അമേരിക്കക്കാരൻ്റെ പകുതി ദേഷ്യം പോലും താങ്കൾക്കില്ലല്ലോ എന്ന്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ സംഭവിച്ചിട്ടുള്ളത്, ആള് മാറിപ്പോയതാണല്ലേ. മാർക്ക് ട്വെയിന് പകരം കണ്ടക്ടർ മറ്റൊരു അമേരിക്കൻ എന്ത് ചെയ്യാണ്, ഡിഷോണിൽ ഇറക്കി വിട്ടിട്ടുണ്ടല്ലേ. അപ്പം അയാൾ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, അയാളെല്ലാം അവിടെ ഇറങ്ങേണ്ടത്, അയാൾക്ക് അവിടെ എല്ലാം ഇറങ്ങേണ്ടിയിരുന്നത്, അയാൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങേണ്ട ആളായിരിക്കും. പക്ഷെ എന്താണ് കണ്ടക്ടറോട് നമ്മളെ മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വളരെ ഉറക്കഭ്രാന്തനാണ്, ഞാൻ ബഹളമൊക്കെ വയ്ക്കും, എന്നാലും എന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടണമെന്നല്ലേ. അപ്പോൾ ആൾ മാറിയ കാരണം നമ്മളെ കണ്ടക്ടർ ഒരു അമേരിക്കക്കാരനെയാണ് അവിടെ ഇറക്കി വിട്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഹൂ ഡിഡ് ദ കണ്ടക്ടർ പുട്ട് ഓഫ് ദ ട്രെയിൻ, വൈ. ആരെയാണ് കണ്ടക്ടർ വണ്ടിയിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത്, പിന്നെ എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ആരെയായിരുന്നു ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്, ഒരു അമേരിക്കനല്ലേ. സോ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം, യെസ് ദ കണ്ടക്ടർ പുട്ട് ഓഫ് ദ ട്രെയിൻ ആൻ അമേരിക്കൻ. ഒരു അമേരിക്കക്കാരനെയാണ് കണ്ടക്ടർ ഇറക്കി വിട്ടത്. ദെൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം, ഹു ഡിഡ് നോട്ട് വാണ്ട് ടു ഗെറ്റ് ഡൗൺ അറ്റ് ഡിഷോൺ ദ കണ്ടക്ടർ തോട്ട് ദ മാൻ ഹി പുട്ട് ഓഫ് വാസ് മാർക്ക് ട്വെയിൻ ഹു വാണ്ടഡ് ടു ബി പുട്ട് ഓഫ് അറ്റ് ഡിഷോൺ. എന്താണ്, അയാൾ അവിടെ ഇറങ്ങാനുള്ള ആളല്ലായിരുന്നു. ഹു ഡിഡ് നോട്ട് വാണ്ട് ടു ഗെറ്റ് down at Dishon. The conductor thought the man he put off was Mark Twain who wanted to be put off at Dishon. അതായത് എന്താണ്, പക്ഷേ അയാൾക്ക് മാർക്ക് ട്വെയിൻ ആണെന്ന് കരുതിയിട്ട് കണ്ടക്ടർ അയാളെ ഡിഷോണിൽ നിർബന്ധിച്ച് ഇറക്കി വിടുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, then Albert Einstein was apparently a late talker and his parents were worried about his mental development. ആരാണ് കൂട്ടുകാരെ ആൽബർട്ട് ഐൻസ്റ്റീൻ? യെസ് നമുക്കറിയാമല്ലേ ആരാണ്. യെസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് ദ ജർമ്മൻ ഫിസിസിസ്റ്റ് ആണല്ലേ, ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് ആണ്. ഹു ഗാവ് അസ് ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. യെസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. Albert Einstein was apparently a late talker and his parents were worried. എന്താണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്താണ്, വളരെ താമസിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സംസാരിക്കാൻ തുടങ്ങിയത് അല്ലേ. അറ്റ് ലാസ്റ്റ് ദ സപ്പർ ടേബിൾ വൺ നൈറ്റ് ഹി ബ്രോക്ക് ഹീസ് സൈലൻസ് ടു സേ. അറ്റ് ലാസ്റ്റ് അവസാനം എന്താണ്, സപ്പർ എന്താണ്, അത്താഴല്ലേ, രാത്രി കഴിക്കില്ലേ ഭക്ഷണം, സമയത്ത് എന്ത് ചെയ്യണം അദ്ദേഹം, യെസ് ടേബിൾ ഓൺ നൈറ്റ് ഹി ബ്രോക്ക് ഹീസ് സൈലൻസ് ടു സേ. സപ്പർ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ രാത്രി അദ്ദേഹം പറയാണ് എന്താണ്, ഹി ബ്രോക്ക് ഹീസ് സൈലൻസ് ടു സേ. അദ്ദേഹത്തിൻ്റെ നിശബ്ദത ലംഘിച്ചുകൊണ്ട് പറയാണ്, ദ സൂപ്പ് ഈസ് ടു ഹോട്ട്. ഈ സൂപ്പ് എന്താണ്, വളരെയധികം ചൂടാണ്. ഗ്രെറ്റ്ലി റിലൈവ്ഡ് ഹിസ് പാരൻസ് ആസ്ക്ഡ് why he had never said a word before. അപ്പോൾ greatly relieved means എന്താണ്, യെസ് felt happy as something has ended. നമ്മുടെ ആശ്വാസമായി എന്ന് പറയില്ലേ. യെസ്, relieved means ആശ്വാസമായല്ലേ. ഗ്രേറ്റ്ലി റിലൈവ്ഡ് ഹിസ് പാരൻസിന് എന്താണ്, അവൻ്റെ പാരൻസിന് വളരെയധികം ആശ്വാസമായി. വൈ ഹാഡ് നെവർ സെഡ് എ വേർഡ് ബിഫോർ. ഇതുവരെ എന്താണ് അവനൊരു വാക്ക് പോലും പറയാതിരുന്നത്. അപ്പോൾ ആൽബർട്ട് എന്താ പറയുന്നത്, ആൽബർട്ട് റിപ്ലൈഡ് ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. എന്താണ് ആൽബർട്ട് അപ്പോൾ റിപ്ലൈ പറഞ്ഞത്, ബിക്കോസ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. ഇന്ന് വരെ എല്ലാം വളരെ ശരിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇതുവരെ ഒരു വാക്കും മിണ്ടാതിരുന്നതെന്ന് ആൽബർട്ട് പറയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വൈ ഡിഡ് ടേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ സോ ലോങ് ടു സ്പീക്ക്? എന്തുകൊണ്ടാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിക്കാൻ വളരെ ലേറ്റ് ആയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? Yes, it took Albert Einstein so long to speak because everything was right up to the time supper that day when he found the soup was too hot. So there was no need for him to speak. എന്താണ്? അന്ന് രാത്രി സൂപ്പ് കുടിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു? വളരെയധികം ശരിയായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് എന്താ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? സൂപ്പിന് ഭയങ്കര ചൂട്, എല്ലാം ശരിയായി നടന്നത് കൊണ്ടാണ് ഐൻസ്റ്റീന് അതുവരെ സംസാരിക്കേണ്ട ആവശ്യമില്ലാതിരുന്നത്. Okay, the next question എന്താണ്? ഡു യു തിങ്ക് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ഐൻസ്റ്റീൻ കംപ്ലൈൻറ്റ് അബൌട്ട് ദ സൂപ്പ്? അതായത് ഈ സൂപ്പിനെ പറ്റി പരാതിപ്പെടുന്നവരെ എല്ലാം വളരെ ശരിയായിട്ട് നടന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലല്ലേ? അപ്പോൾ എന്ത് എഴുതാം? Yes, I don't think everything was all right till Einstein complained about the soup. Yes, ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിനെന്ത് എഴുതാം? He did not speak because his speaking faculties had not developed properly before that. He did not speak. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? Yes, his speaking faculties had not developed properly before that. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിൻ്റെ സംസാരശേഷി വികസിക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇതുവരെ എന്ത് ചെയ്യാഞ്ഞത്? സംസാരിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഇമാജിനേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ട്രൈ ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ഫണ്ണി ക്വസ്റ്റ്യൻസ്. ദ പിക്ചേഴ്സ് മേ ഹെൽപ്പ് യു. എന്താണ്? അവിടെ കുറേ ഫണ്ണി ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫണ്ണി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഈ ചിത്രങ്ങളിലൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് കണ്ടെയ്ൻസ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? വളരെയധികം ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വരുന്ന ആൽഫബറ്റ് ഏതാണെന്ന്, ആൽഫബറ്റ് ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ലെറ്റർ ആയിരിക്കും? ഒക്കെ നമുക്ക് അറിയാവുന്ന ഫണ്ണി ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ. ഏത് ലെറ്ററാണ്? യെസ്, സി ആണല്ലേ. ഇത് ലെറ്റർ സി. എന്തുകൊണ്ടാണ്? നോക്കൂ, വെൻ യു സേ ഇറ്റ് സൗണ്ട് ലൈക്ക് സി. നമ്മൾ സി എന്ന് പറയുമ്പോൾ SEAC കടൽ. യെസ്, ആ സൗണ്ടിലല്ലേ നമ്മൾ പറയുന്നത് സി. സെയിം സൗണ്ട് തന്നെയാണല്ലേ. അപ്പോൾ ലെറ്റർ ഏതാണ്? സി. ദെൻ വാട്ട് ആർ ഫിഷ് സോ സ്മാർട്ട്? എന്തുകൊണ്ടാണ് ഫിഷ് സ്മാർട്ടായിരിക്കുന്നത്? ഫിഷസ് ഒക്കെ എന്താ സ്മാർട്ടായിരിക്കുന്നത്? യെസ്, നമുക്കറിയാം. എന്താണ്? യെസ്, ബിക്കോസ് ദ ലീവ് ഇൻ എ സ്കൂൾ. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ അങ്ങനെ പറയുന്നത്? യെസ്, നമുക്കറിയാം. ദ കളക്ഷൻ ഓഫ് എ ഫിഷ് ഈസ് കോൾഡ് എ സ്കൂൾ ഓഫ് ഫിഷ്. നമ്മൾ ഫിഷിൻ്റെ ഒരു കൂട്ടത്തെ എന്താണ് പറയുന്നത്? യെസ്, സ്കൂൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ കളക്ഷൻ, ആ ഒരു കൂട്ടത്തെ, ഫിഷ് ഉണ്ടാവില്ലേ, മീനിൻ്റെ ഒരു കൂട്ടത്തെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, സ്കൂൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഈ ഫിഷൊക്കെ എത്ര സ്മാർട്ടായിട്ടിരിക്കുന്നത്. ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ കിഡ് ഈറ്റ് ഹിസ് ഹോംവർക്ക്? എന്തുകൊണ്ടാണ് കുട്ടി ഹോംവർക്ക് കഴിക്കുക എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? യെസ്, ബിക്കോസ് ഹിസ് ടീച്ചർ ടോൾഡ് ഹിം ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹോംവർക്ക് എന്താണ്? ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. അതൊരു പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേക്കിൻ്റെ കഷ്ണം എന്നാണോ മീനിങ്? അല്ല. എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഈസി ടാസ്ക്. അത് വളരെ എളുപ്പമുള്ളൊരു പണിയാണ്, വളരെ എളുപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണേത്? യെസ്, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ മോർ യു ടേക്ക് ദ മോർ യു ലീവ് ബിഹൈൻഡ്. വാട്ട് ഈസ് ഇറ്റ്? എന്താണ്? ഫുഡ് സ്റ്റെപ്പ് ആണല്ലേ, കാൽപാദങ്ങളാണല്ലേ. എന്തുകൊണ്ടാണ്? യെസ്, ദ മോർ ഫുഡ് സ്റ്റെപ്പ് യു ടേക്ക് ദ മോർ ഫുഡ് പ്രിന്റ്സ് യു ലീവ് ബിഹൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ബിൽഡിംഗ് ഹാസ് എ നമ്പർ ഓഫ് സ്റ്റോറീസ്? ഏത് ബിൽഡിങ്ങിലാണ് നമ്പർ ഓഫ് സ്റ്റോറീസ്, ഒരുപാട് സ്റ്റോറീസ് ഉള്ളത്? ഏത് ബിൽഡിംഗ് ആയിരിക്കും അത്? യെസ്, ലൈബ്രറി ആണല്ലേ. ആൻസർ എന്താണ്? ലൈബ്രറി ബിൽഡിംഗ് എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ബിൽഡിംഗ് എന്ന് ചോദിച്ചിട്ടില്ല, അപ്പോൾ ലൈബ്രറി ബിൽഡിംഗ് എന്ന് എഴുതാം. ദെൻ വൈ ഈസ് ഹിസ്റ്ററി എ സ്വീറ്റ് ജോബ്? ഹിസ്റ്ററി എ സ്വീറ്റ് സബ്ജക്റ്റ്. ഓക്കെ, വൈ ഈസ് ഹിസ്റ്ററി എ സ്വീറ്റ് സബ്ജക്റ്റ്? എന്തുകൊണ്ടാണ് ഹിസ്റ്ററി ഒരു സ്വീറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് ഹിസ്റ്ററി ഒരു സ്വീറ്റ് സബ്ജക്റ്റ് ആകുന്നത്? യെസ്, നമുക്കറിയാം ഹിസ്റ്ററിയിൽ എന്താണ്, ഒരുപാട് ഡേറ്റ്സ് പഠിക്കാനുണ്ടല്ലേ. ഡേറ്റ്സിന് മറ്റൊരു മീനിങ് ഉണ്ടല്ലോ. എന്താണ്? ഈത്തപ്പഴത്തിന് നമ്മൾ എന്താ പറയുന്നത്? ഡേറ്റ്സ് എന്നല്ലേ പറയുന്നത്?
ആൻസർ എന്താണ്? ഡേറ്റ്സ് ആണ് ആൻസർ വരുന്നത്. കാരണം എന്താണ്? യെസ്, കാരണം എന്താണ് കൂട്ടുകാരെ? ബിക്കോസ് ഇറ്റ്സ് ഫുൾ ഓഫ് ഡേറ്റ്സ്. ഡേറ്റ്സ് ക്യാൻ ആൾസോ ദ ഡേറ്റ്സ് ദാറ്റ് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഈത്തപ്പഴല്ലേ, അതുകൊണ്ടാണ് സ്വീറ്റ് സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററിയെ പറയുന്നത്. ഓക്കെ, ദെൻ 7th question, ഹാവ് ടീത്ത് ബൈ കാൺ ഈറ്റ് ഹൂ ആം ഐ. എനിക്ക് പല്ലുണ്ട് പക്ഷേ കഴിക്കാനൊന്നും കഴിയില്ല. ഹൂ ആം ഐ, ഞാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരിക്കും? യെസ്, കോമ്പാണല്ലേ. കോമ്പിന് എന്താണ്? ഒരുപാട് പല്ലില്ലേ? ചീർപ്പ് നോക്കൂ. കോമ്പിന് ഒരുപാട് പല്ലുകളുണ്ട്, പക്ഷെ അതിന് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കുമോ? ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 ഹാൻഡ്സ് ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ബട്ട് ഹാസ് എ ഫേസ് ആൻഡ് 2 ഹാൻഡ്സ്. മുഖമുണ്ട്, 2 കൈകളുമുണ്ട്. ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്, പക്ഷെ ആംസുമില്ല ലെഗ്സുമില്ല. ആരാണത് കൂട്ടുകാരെ? യെസ്, ക്ലോക്ക് ആണല്ലേ. എന്താണ് ആൻസർ? എന്താണ്? എ ക്ലോക്ക്. ഇറ്റ് ഹാസ് എ ഫേസ് ആൻഡ് 2 ഹാൻഡ്സ്. അതായത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും അല്ലേ. ഏതാണ്? 2 ഹാൻഡ്സ് ഏതൊക്കെയാണ്? മിനിറ്റ് ഹാൻഡും ഉണ്ട്, അവർ ഹാൻഡും ഇല്ലേ. അതുപോലെ തന്നെ ഒരു ഫേസും ഉണ്ടാവില്ല, ഒരു മുഖം ഉണ്ടായില്ലേ ക്ലോക്കിന്. ഓക്കെ, then what goes up as soon as the train comes down? Rain comes down. Rain വരുമ്പോൾ നമ്മൾ ഉയർത്തുന്നത് എന്താണ്? കൊടയല്ലേ നമ്മൾ ഉയർത്തിപ്പിടിക്കുക. what goes up as soon as the rain comes down. ആൻസർ എന്താണ്? is umbrella. then 10th question എന്താണ്? which 2 words when combined hold a lot of letters. 2 വേർഡ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഒരുപാട് ലെറ്റേഴ്സ് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഏതാണ് ആ വേർഡ് എന്നാണ് ചോദിച്ചുള്ളത്. which 2 words ഏതായിരിക്കും? നോക്കൂ, പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലെറ്റർ ഒക്കെ വയ്ക്കുന്ന സ്ഥലമല്ലേ, ലെറ്റേഴ്സ് വരുന്ന സ്ഥലമല്ലേ. യെസ്, ലെറ്റർ ഹോൾഡ് ചെയ്യുന്ന സ്ഥലം തന്നെയല്ലേ ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 വേർഡ്സിലെ പോസ്റ്റ് എന്തൊരു വേർഡാണ്, ഓഫീസ് എന്നൊരു വേർഡാണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? എന്താണ്? പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ആൻസർ പോസ്റ്റ് ഓഫീസ്. then sit in pairs and frame at least 2 funny, tricky and interesting question. അപ്പോൾ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? സിറ്റ് ഇൻ പെയേഴ്സ്. നിങ്ങളോട് പെയറായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഇതുപോലത്തുള്ള ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രിക്കി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 എണ്ണം നൽകുന്നുണ്ട്. വാട്ട് ഗോസ് അപ്പ് ബട്ട് നെവർ കംസ് ഡൗൺ. എന്താണ്? മുകളിലേക്ക് പോകും, ഒരിക്കലും താഴേക്ക് വരില്ല. എന്താണത്? ഏജ് അല്ലേ. അത് കൂടി കൂടി പോകും, പക്ഷെ ഒരിക്കലും കുറഞ്ഞു വരുമോ? ഇല്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. വാട്ട് ഗോസ് അപ്പ് ബട്ട് നെവർ കംസ് ഡൗൺ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഐ ഹാവ് നോ ലൈഫ് ബട്ട് ഐ ക്യാൻ ഡൈ. വാട്ട് ആം ഐ. എനിക്ക് എന്താണ്? ലൈഫ് ഇല്ല, പക്ഷെ എന്താണ്? ബട്ട് ഐ ക്യാൻ ഡൈ. എനിക്ക് പക്ഷേ മരിക്കാൻ കഴിയും. വാട്ട് ആം ഐ. ഞാൻ ആരാണ്? ആരാണ്? യെസ്, ബാറ്ററി ആണല്ലേ. ആൻസർ എന്താണ്? ബാറ്ററി. then next question നോക്കൂ. do you remember any funny experience in your life? describe one of them below. എന്താണ്? നിങ്ങൾക്ക് ഇതുപോലെ ലൈഫിൽ എന്തെങ്കിലും ഫണ്ണി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടാകുമല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ഇവിടെ എഴുതുക. ഓക്കെ, നാം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഒരു മാതൃക നോക്കാം. once my parents took me to see an exhibition. എന്താണ്? ഒരിക്കൽ എൻ്റെ പാരൻസ് എന്നെ എന്താണ്? എക്സിബിഷൻ കാണാൻ കൊണ്ടുപോയി. ഐ വാസ് just 7 years old. എനിക്ക് എത്ര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ? വെറും 7 വയസ്സെന്ന് ഉണ്ടായിരുന്നുള്ളൂ. The exhibition was very interesting to my parents as so many household gadgets were exhibited there. എന്താണ്? the exhibition was very interesting. എക്സിബിഷൻ എങ്ങനെയായിരുന്നു? വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടു മൈ പാരൻസ് ആസ് സോ മെനി ഹൗസ് ഹോൾഡ് ഗാഡ്ജറ്റ്സ് വെർ എക്സിബിറ്റഡ്. അവിടെ ഒരുപാട് എന്തുണ്ടായിരുന്നു? യെസ്, ഹൗസ് ഹോൾഡ് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പീപ്പിൾ വെർ എക്സ്പ്ലെയിനിങ് ഹൗ ടു യൂസ് ദം ആൻഡ് മെയിൻറ്റെയിൻ ദം ആൻഡ് മൈ പാരൻസ് വെർ ലിസണിങ് ടു ദം വിത്ത് അറ്റൻഷൻ. അപ്പോൾ പീപ്പിൾ എന്താ? അവിടുത്തെ ആൾക്കാർ എന്താണ്? അതെങ്ങനെയാണത് ഉപയോഗിക്കേണ്ടതും ആ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലോ, ഹൗസ് ഹോൾഡ് ഗാഡ്ജറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് എന്താണ്? അത് ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മൈ അറ്റൻഷൻ വാസ് മെയിൻലി അറ്റ് സ്റ്റവ് ദേ സോൾഡ് ബർഗേഴ്സ്. പക്ഷേ എൻ്റെ അറ്റൻഷൻ എവിടെയായിരുന്നു? യെസ്, മൈ അറ്റൻഷൻ വാസ് മെയിൻലി അറ്റ് ദ സ്റ്റവ് ദേ സോൾഡ് ബർഗേഴ്സ്. ബർഗേഴ്സ് വിൽക്കുന്ന സ്റ്റോളിലായിരുന്നു എൻ്റെ മുഴുവൻ ശ്രദ്ധയും. ഐ സ്ലോലി മൂവ്ഡ് അവേ ഫ്രം പാരൻസ് ആൻഡ് വെൻ നിയർ ദ സ്റ്റാൾ. ഞാൻ എന്ത് ചെയ്തു? പതുക്കെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറി ആ സ്റ്റാളിലേക്ക് പോയി.
A family with 4 children came to the store to buy burgers. അപ്പോൾ അവിടെ എന്താണ് ഒരു 4 കുട്ടികളുള്ളൊരു ഫാമിലി അല്ലേ, ഫാമിലി എന്ത് ചെയ്യാണ്, ബർഗർ വാങ്ങാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. I was standing close to the children. ഞാൻ എന്ത് ചെയ്തു, കുട്ടികളോടൊപ്പം അങ്ങനെ ക്ലോസ് ആയിട്ട് അങ്ങനെ നിന്നു. The father of the children ordered 6 burgers. അപ്പോൾ എന്താണ്, കുട്ടികളുടെ അച്ഛൻ എന്ത് ചെയ്യാണ്, ഒരു 6 ബർഗേഴ്സ് അവിടെ ഓർഡർ ചെയ്യാണ്. The father of children ordered 6 burgers. The man in the stall gave him first one. അപ്പോൾ അച്ഛൻ എന്താണ്, കുട്ടികളുടെ അച്ഛനെ 6 ബർഗേഴ്സ് എന്ത് ചെയ്യാണ്, ഓർഡർ ചെയ്യാണ്. The man in the stall gave him the first one. ഫസ്റ്റ് വൺ എന്താണ്, മാനെ സ്റ്റാളിലുണ്ടായിരുന്ന മാൻ കൊടുത്തു. I was standing near the children. ഞാൻ കുട്ടികളോടൊപ്പം നിൽക്കുകയായിരുന്നു. Without looking back, the man put the burger in my hand. അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്റ്റാളിലുണ്ടായിരുന്ന ആള് എൻ്റെ കയ്യിലേക്കും ഒന്ന് വെച്ച് തന്നു. I immediately start munching it. ഞാൻ എന്ത് ചെയ്യാണ്, അത് കഴിക്കാൻ തുടങ്ങി. The man in the stall gave him the remaining 5 one by one. അപ്പോൾ റിമൈനിങ് എന്നുള്ള ബാക്കി ഉണ്ടായിരുന്ന 5 എണ്ണം ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ സ്റ്റാളിലുണ്ടായിരുന്ന ആളിങ്ങനെ കൊടുക്കുകയാണ്. The man went on placing on the hands of his children and his wife. അതെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വൈഫിനും കുട്ടികൾക്കും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുകയാണ്. When the man in the stall stopped giving him burgers, the father of the children asked for 6th burger. അപ്പോൾ എന്താണ്, സ്റ്റാളിലുണ്ടായിരുന്ന ആൾ ബർഗർ കൊടുക്കൽ നിർത്തുകയാണ്. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, 6th ബർഗർ എവിടെയെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം the man in the stall he had give him 6. അപ്പം ആ സ്റ്റാളിലുണ്ടായിരുന്ന മനുഷ്യൻ പറയാണ്, ഞാൻ 6 എണ്ണം നൽകിയെന്ന് പറയാണ്. It was then his wife told him the first burger he took was given to a strange boy who was standing there. അപ്പം എന്താണ്, അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാനുള്ള കുട്ടികളുടെ അമ്മ പറയാണ്, അതൊരു ഫസ്റ്റ് വണ്ണം എന്താണ്, സ്ട്രേഞ്ചറായിട്ടുള്ള ബോയ്ക്ക് കൊടുത്തു എന്ന് പറയാണ്. It was then his wife told him the burger standing there. She saw the desire in my eyes and just kept quiet. I enjoyed the burger. She was a good woman, wasn't she? അപ്പം എന്താണ്, she saw the desire in my eyes and just kept quiet. അദ്ദേഹം സ്ത്രീ എന്താണ്, എൻ്റെ കണ്ണിലെ ആഗ്രഹമൊക്കെ കണ്ടിട്ട് എനിക്ക് ബർഗറിനോടുള്ള ഇഷ്ടമൊക്കെ കണ്ടിട്ട് അവരെന്ത് ചെയ്യാണ്, മിണ്ടാതെ നിന്നിട്ടുണ്ടാവും അല്ലേ. I enjoyed the burger. ഞാൻ എൻജോയ് ചെയ്തു അല്ലേ, ബർഗർ ഞാൻ ആസ്വദിച്ച് കഴിച്ചു. She was a good woman, wasn't she? സ്ത്രീ ഒരു നല്ലൊരാളായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു അനുഭവം ഇവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. There are many popular jokes in your mother tongue. They are often published in magazines or journals. There are many such jokes in movies too. Collect some of them, present them in your class, trying to translate one of them into English. എന്താ പറഞ്ഞിട്ടുള്ളത്? Yes, there are many popular jokes in your mother tongue. നമ്മുടെ മദർ ടങ് എന്ന് പറഞ്ഞാൽ മാതൃഭാഷയല്ലേ. മാതൃഭാഷയിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ജോക്സ് ഒക്കെ ഉണ്ടല്ലേ. They are often published in magazines or journals. There are many such jokes in movies too. മൂവീസിലും എന്താണ്, ഒരുപാട് ജോക്സ് ഉണ്ട്. കളക്ട് സം ഓഫ് ദം, പ്രസന്റ് ദം ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൽ കുറച്ചെണ്ണം കളക്ട് ചെയ്തിട്ട് നമ്മളോട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ട്രൈ ടു ട്രാൻസ്ലേറ്റ് വൺ ഓഫ് ദം ഇൻ ടു ഇംഗ്ലീഷ്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 2 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുക. നമുക്കൊരു ടിൻറ്റുമോൻ ജോക്ക് എഴുതിയാലോ? Yes, Tintumon was riding bike with Tintumon at the back. Tintu was speeding. അപ്പോൾ എന്താണ്, ടിൻറ്റുമോൻ വാസ് റൈഡിങ് ബൈക്ക് വിത്ത് ടിൻറ്റുമോൻ അറ്റ് ദ ബാക്ക്. ടിൻറ്റുമോളിൻ്റെ പിന്നിലും വെച്ചിട്ട് ടിൻറ്റുമോൻ എന്ത് ചെയ്യാണ്, ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ടിൻറ്റു വാസ് സ്പീഡിങ്. എന്താണ്, ടിൻറ്റു എങ്ങനെയാണ് പോണത്, വളരെ സ്പീഡിലാണല്ലേ. അപ്പോൾ ടിൻറ്റുമോൾ പറയാണ്, ഗോ സ്ലോലി മാൻ, ഐ ആം ഗെറ്റിംഗ് അഫ്രൈഡ്. അപ്പോൾ ടിൻറ്റുമോൾ ടിൻറ്റുമോനോട് പറയാണ്, ഗോ സ്ലോലി മാൻ, ഐ ആം ഗെറ്റിംഗ് അഫ്രൈഡ്. പതുക്കെ പോ, എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ടിൻറ്റുമോൻ പറയാണ്, ടിൻറ്റുമോൻ വൈ ഷുഡ് യു ബി അഫ്രൈഡ്, ജസ്റ്റ് ക്ലോസ് യുവർ ആസ് ഐ ആം ഡൂയിങ്. അപ്പം പറയാൻ ടിൻറ്റുമോ, നീ എന്തിനാ അങ്ങനെ പേടിക്കണത്, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, നീ നിൻ്റെ കണ്ണുകൾ അടച്ചോ, ആസ് ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്യുന്നത് പോലെ നീ എന്ത് ചെയ്തോ, നിൻ്റെ കണ്ണുകളൊക്കെ അടച്ചു പിടിച്ചിരുന്നോ എന്ന് പറയുകയാണല്ലേ. ദെൻ മറ്റൊരു ജോക്ക് എഴുതിയാലോ നമുക്ക്. ദ പോലീസ്മാൻ ടു ദ വുമൻ. പോലീസ്മാൻ വുമനോട് ചോദിക്കുകയാണ്, ഡോണ്ട് യു റിമെമ്പർ ദ വുമൺ ഹൂ സ്റ്റോൾ യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ, കടത്തിക്കൊണ്ടുപോയ സ്ത്രീയെ നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണല്ലോ. അപ്പോൾ വുമൻ പറയാണ്, ഐ ഡോണ്ട് റിമെമ്പർ ഹെർ ഫേസ്, എനിക്ക് അവരുടെ മുഖം ഓർമ്മയില്ല. ബട്ട് ഷി വാസ് വെയറിങ്, പക്ഷേ എന്നാൽ എന്താണ്, അവർ
ഷി വാസ് വെയറിങ് കാഞ്ചീപുരം സാരി, അവർ കാഞ്ചീപുരം സാരിയാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷി വോർ എ ബാങ്കിൾ വിത്ത് ഡയമണ്ട്സ് ആൻഡ് ഗോൾഡൻ വാച്ച്, അവരെന്തൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു? യെസ്, എ ബാങ്കിൾ വിത്ത് ഡയമണ്ട്സ്, ഡയമണ്ട്സ് കൊണ്ടുള്ള ബാങ്കിളും അതുപോലെ തന്നെ ഗോൾഡൻ വാച്ചും എല്ലാം ധരിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാൻ കൂട്ടുകാർക്ക് ഏതെങ്കിലും ഒരു ജോക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Look at the following cartoon strips and say what you think of them. Develop stories for them. എന്താണ് അവിടെ നമുക്ക് കുറച്ച് കാർട്ടൂൺ സ്ട്രിപ്സ് നൽകിയിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. യെസ്, ഡോക്ടറും ഒരു പേഷ്യൻ്റ് ആണല്ലേ, വളരെ വലിയൊരു മനുഷ്യനാണല്ലേ. അദ്ദേഹം എന്താണ് ഡോക്ടറോട് പറയുന്നത്? യെസ്, ക്യാൻ യു ഗിവ് മീ സംതിങ് ടു മേക്ക് മീ സ്ട്രോങ്. നിങ്ങൾക്ക് എന്നെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ നോക്കൂ, നെക്സ്റ്റ് പിക്ചറിൽ നോക്കൂ. ടേക്ക് വൺ ഓഫ് ദിസ് എവറി ഡേ ഫോർ 6 months, 6 മാസത്തേക്ക് ഓരോ ദിവസവും ഓരോന്നായിട്ട് കഴിക്കാൻ പറയുകയാണല്ലേ. ദെൻ നെക്സ്റ്റ് പിക്ചറിലായിട്ട് നോക്കൂ. എന്താണ് അദ്ദേഹം കൊടുത്ത ബോട്ടിലിൻ്റെ ലിഡ് മൂടി തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലേ. ദെൻ നെക്സ്റ്റും അങ്ങനെ തന്നെ, ഓരോ ദിവസവും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദെൻ ഡോക്ടർ അടുത്തേക്ക് ചെല്ലുന്നതാണല്ലേ. നോക്കൂ, ഡോക്ടർ എന്താ ചോദിക്കുന്നത്? ഡിഡ് യു ഗെറ്റ് എനി റിസൾട്ട് ഫ്രം ദ പിൽസ് ഐ ഗാവ് യു? ഞാൻ നൽകിയിട്ടുള്ള പിൽസ് ഗുളികൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായി എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പം നോക്കുക, ചിത്രത്തിൽ നോക്കുക, ആദ്യം മെലിഞ്ഞ് വന്ന ഒരാളാണല്ലേ. പിന്നീട് ഓരോ ചിത്രത്തിൽ അദ്ദേഹം എന്താണ് തടിച്ച് വരുന്നുണ്ട്. ലാസ്റ്റ് നോക്കുക, മസിലൊക്കെ വന്നിട്ടുണ്ടല്ലേ. നോക്കൂ, എന്താണ് പറയുന്നത് അദ്ദേഹം? നൺ അറ്റ് ഓൾ. ഡിഡ് യു നോ ദാറ്റ് യു കാൺ ഗെറ്റ് ദ ലിഡ് ഓഫ്? നിങ്ങൾക്കറിയാം, എനിക്കിത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം ഈ പാത്രത്തിൻ്റെ ലിഡ് മൂടി ഇതുവരേക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കണ്ട കാർട്ടൂണിലെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. സ്റ്റോറി കൊടുക്കുന്നുണ്ട്, കൂട്ടുകാരെ എന്ത് ചെയ്യുക? കൂട്ടുകാരുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഓക്കെ, നമുക്ക് എഴുതാം. യെസ്, എ മാൻ വാസ് ഫീലിംഗ് വെരി തിൻ ആൻഡ് വീക്ക്. എന്താണ് ഒരു മനുഷ്യൻ എന്താണ് വളരെയധികം മെലിഞ്ഞും വീക്കും ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അല്ലേ. ഹി വെന്റ് ടു ഡോക്ടർ ആൻഡ് ആസ്ക് ഇഫ് ഹി കുഡ് ഗിവ് ഹിം സംതിങ് ടു മേക്ക് ഹിം സ്ട്രോങ്ങർ. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു ദിവസം ഡോക്ടറെ അടുത്തിട്ട് പോയിട്ട് ചോദിക്കുകയാണ്, ഇഫ് ഹി കുഡ് ഗിവ് ഹിം സംതിങ് ടു മേക്ക് ഹിം സ്ട്രോങ്ങർ, അദ്ദേഹത്തെ സ്ട്രോങ്ങർ ആക്കാൻ പറ്റിയ വല്ല സാധനം തരാൻ പറയുകയാണല്ലേ. അപ്പോൾ ദ ഡോക്ടർ എക്സാമിൻ ഹിം ആൻഡ് ആസ്ക് ഹിം സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹിസ് ഫുഡ് ആൻഡ് എക്സസൈസ്. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തോട് എന്തൊക്കെ ചോദിച്ചു? അദ്ദേഹത്തിൻ്റെ ഫുഡിനെ കുറിച്ചിട്ടും എക്സസൈസിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു. ആഫ്റ്റർ ദ ഡോക്ടർ ഗാവ് ഹിം എ ബോട്ടിൽ കണ്ടെയ്നിങ് പിൽസ് ആൻഡ് ടോൾഡ് ഹിം ഷുഡ് ടേക്ക് എവറി ഡേ വൺ ഓഫ് ദസ്. ദ മാൻ വെന്റ് ഹോം. ദെൻ ഡോക്ടർ എന്തായതിനു ശേഷം ചെയ്യണത്? ഡോക്ടർ ഒരു പിൽസ് ഗുളികകളുടെ ഒരു ബോട്ടിൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, യു ടോൾഡ് ഹിം ടു ഹി ഷുഡ് ടേക്ക് എവറി ഡേ വൺ ഓഫ് ദിസിൽ ഓരോ ദിവസമായിട്ട് കഴിക്കണമെന്ന് പറയാണ്. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണേ? വീട്ടിലേക്ക് ദ മാൻ വെന്റ് ഹോം, വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഹി ട്രൈ ടു ഓപ്പൺ ദ ലിഡ് ഓഫ് ദ ബോട്ടിൽ. അദ്ദേഹം എന്ത് ചെയ്യാണ്? ബോട്ടിലിൻ്റെ ലിഡ് മൂടി തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ് വുഡ് നോട്ട് ഓപ്പൺ, അത് ഓപ്പൺ ആയില്ല. ഹി ഡിഡ് ഓൾ ഹി കുഡ് ടു ഓപ്പൺ ദ ബോട്ടിൽ. അദ്ദേഹം അങ്ങനെ എന്താണ് എല്ലാ ദിവസവും ബോട്ടിലിൻ്റെ ലിഡ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബട്ട് ഹി കുഡ് നോട്ട് റിമൂവ് ദ ലിഡ്. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ മൂടി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എവറി ഡേ ഹി ട്രൈഡ് ഹാർഡ് ആൻഡ് ദിസ് വാസ് ഗിവിങ് സം എക്സസൈസ്. എല്ലാ ദിവസവും അദ്ദേഹം എന്താണ് വളരെ കഠിനശ്രമം നടത്തുകയാണല്ലോ, അതിനെ മൂടി തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അത് അദ്ദേഹത്തിന് എന്തായിട്ട് മാറി? ഒരു എക്സസൈസ് ആയിട്ട് മാറി അല്ലേ. ഹി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ന്യൂട്രിയസ് ഫുഡ് ആൻഡ് എക്സസൈസ്ഡ് ഹിംസെൽഫ് വെൽ. അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്യാണ്? ന്യൂട്രിയസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യാനൊക്കെ തുടങ്ങി. ആഫ്റ്റർ സം ഡേയ്സ് ഹി മെറ്റ് ദ ഡോക്ടർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്യണം? ഡോക്ടറിനെ കണ്ടുമുട്ടി. ദ ഡോക്ടർ ആസ്ക്ഡ് ഹിം ഇഫ് ഹി ഗോട്ട് എനി റിസൾട്ട് ഫ്രം ദ പിൽസ് ക്യാൻ ഗിവൻ ഹിം. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഞാൻ നൽകിയിട്ടുള്ള പിൽസൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദ മാൻ റിപ്ലൈഡ് നൺ അറ്റ് ഓൾ. എന്താണ് അപ്പോൾ മാൻ പറയണം? അതുവരെ ഒന്നുമില്ല. ഡിഡ് യു നോ ദാറ്റ് യു കാൺ ഗെറ്റ് ദ ലിഡ് ഓഫ്. നിങ്ങൾ തന്നതിൻ്റെ അത് മൂടി വരെ ഇതുവരെ തുറക്കാൻ സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ്.
But the bottle helped him, although he could not get the pill. He became stronger because of the exercise and good food he was eating. But the bottle helped him. ആ ബോട്ടിൽ എന്താണ് അദ്ദേഹത്തെ സഹായിച്ചല്ലേ? He could not get the pills. അദ്ദേഹത്തിന് പിൽസ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എന്തായി മാറിയിട്ടുണ്ട് ഇപ്പോൾ? He became stronger. അദ്ദേഹം സ്ട്രോങ്ങർ ആയിട്ട് മാറിയിട്ടുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ്? യെസ്, ബിക്കോസ് ഓഫ് ദി എക്സസൈസ് ആൻഡ് ദ ഗുഡ് ഫുഡ് ഹി വാസ് ഈറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ എക്സസൈസ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഇപ്പോൾ അദ്ദേഹം എന്തായി മാറി? യെസ്, സ്ട്രോങ്ങർ ആയിട്ട് മാറി. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഈ കഥ ഡെവലപ്പ് ചെയ്തിട്ട് എഴുതുക. നെക്സ്റ്റ് നമുക്ക് കാർട്ടൂൺ സ്ട്രിപ്സ് തന്നെയാണ് ഞാൻ നൽകിയിട്ടുള്ളത്. നോക്കൂ. റീഡിങ് സോഷ്യൽ മീഡിയാസ് ഓൾ ഡേ മേക്സ് മീ ഗ്രംപി. എന്താണ്? ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് എന്താണ് ലാപ്ടോപ്പ് കാണുന്നുണ്ടല്ലേ? അപ്പോൾ എന്താ അത് അവൾ പറയണത്? റീഡിങ് സോഷ്യൽ മീഡിയ ഓൾ ഡേ മേക്സ് മീ ഗ്രംപി. ദെൻ നോക്കൂ, അപ്പോൾ അമ്മ എന്താ ചെയ്യണമെന്ന് നോക്കുക. അമ്മ എന്താ പറയുന്നുണ്ടല്ലോ, വൈ ഡോണ്ട് യു ഗോ ഔട്ട് ഫോർ എ ചേഞ്ച്. നിനക്ക് എന്തുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി പുറത്തൊക്കെ പോയിക്കൂടാന്ന് പറയുകയാണല്ലേ. അപ്പോൾ പെൺകുട്ടി പറയണോ റൈറ്റ് ശരി എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്ത് പോവുകയാണല്ലേ. പുറത്ത് പോയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ, ലാപ്ടോപ്പും കൊണ്ട് തന്നെയാണല്ലേ. then അവൾ എന്താ പറയുന്നത്? ജസ്റ്റ് ഐ തോട്ട് ഗ്ലയർ ഓൺ മൈ സ്ക്രീൻ. ദെൻ അപ്പോൾ നോക്കുക കൂട്ടുകാരെ, അവൾ പുറത്ത് പോകുമ്പോൾ എന്തുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്? യെസ്, ലാപ്ടോപ്പ് തന്നെയാണല്ലോ. അമ്മ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിക്കോ എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ഈ കാർട്ടൂൺ സ്ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് സ്റ്റോറി എഴുതുക. നമ്മളോട് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നോക്കൂ. എ ഗേൾ വാസ് കംപ്ലൈനിങ് ദാറ്റ് റീഡിങ് ദ സോഷ്യൽ മീഡിയ ഓൾ ഡേ മേക്സ് ഹർ ഇറിറ്റബിൾ ആൻഡ് ആംഗ്രി. എന്താണ്? ഒരു പെൺകുട്ടി കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അവൾ നമ്മളോട് എന്ത് പറയണത്? എപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കി ചെയ്തിട്ട് എന്താണ് അവൾ വളരെ ഇറിറ്റബിളും ആംഗ്രിയാണ്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ആംഗ്രി ദേഷ്യമൊക്കെ തോന്നുകയാണെന്ന് പറയാണ്. So her mother asked her, instead of sitting in the room and looking at the screen of the laptop, she should go out for a change. അപ്പം അമ്മ എന്ത് പറഞ്ഞാണ്? her mother asked her, instead of sitting in the room, റൂമിലിരിക്കുന്നതിന് പകരം ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലൊക്കെ നോക്കിയിരിക്കുന്നതിന് പകരം പുറത്തൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി പോകാൻ പറയാണ്. ഔട്ട്സൈഡ് ദർ ആർ സോ മെനി നൈസ് തിങ്സ് ടു സീ. പുറത്ത് എന്താണ്? ഒരുപാട് നൈസ് തിങ്സ്, വളരെ മനോഹരമായ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ദ ട്രീസ് ആൻഡ് ദ ബേർഡ്സ് ആർ സ്ക്വിറൽസ് ഓൺ ദം, ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ബീസ്, ബട്ടർഫ്ലൈസ്, ദ കാറ്റ് ഗ്രോസിംഗ് ആൻഡ് ദ ചിൽഡ്രൻ ഇൻ ദ നെയ്ബർഹുഡ് പ്ലേയിങ് ഡിഫറെൻറ്റ് ഗെയിംസ് ആൻഡ് സോ ഓൺ. അപ്പോൾ എന്തൊക്കെ കാണാനുണ്ട്? ട്രീസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, സ്ക്വിറൽസ് ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന സ്ക്വിറൽസ് ഉണ്ട്, ദെൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ബീസ്, ബട്ടർഫ്ലൈ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് നമുക്ക് പുറത്ത് കാണാനുണ്ടല്ലേ. അതുപോലെ തന്നെ എന്താണ്? ദ ചിൽഡ്രൻ ഇൻ ദ നൈബർഹുഡ് പ്ലേയിങ് ഡിഫറെൻറ്റ് ഗെയിംസ് ആൻഡ് സോ ഓൺ. അതുപോലെ തന്നെ അയൽവാസികളായിട്ടുള്ള കുട്ടികളുമായിട്ടൊക്കെ വ്യത്യസ്ത തരം ഗെയിമുകളൊക്കെ കളിക്കാം. ദ ഗേൾ ഗോസ് ഔട്ട് വിത്ത് ഹെർ ലാപ്ടോപ്പ് ആൻഡ് എഗെയിൻ ഷീ ഓപ്പൺസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടി എന്താ ചെയ്യണത്? വീണ്ടും പുറത്ത് പോയിട്ട് അവൾ വീണ്ടും എന്ത് ചെയ്യാണ്? അവൾ ആ ലാപ്ടോപ്പ് തുറന്ന് വെക്കുകയാണ്. വാട്ട് ഡസ് ഷീ ബിക്കെയിം സെയിം തിങ്സ് വിച്ച് ഹീ സോ വെൻ she as inside the room. വെൻ ഡസ് ഷീ സി. അപ്പോൾ അവൾ എന്താ കാണുന്നത്? അവൾ റൂമിലിരുന്നിട്ട് എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയല്ലേ പുറത്ത് പോകുമ്പോഴും കാണുന്നത്. ദ മദർ ഹി വാണ്ടഡ് ടു ഹെർ ക്ലോസ് ഹെർ ലാപ്ടോപ്പ് ആൻഡ് ഗോ ഔട്ട് എൻജോയ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഔട്ട് സൈഡ്. അവളോട് അമ്മ എന്താ പറഞ്ഞത്? ലാപ്ടോപ്പൊക്കെ പൂട്ടി വെച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ പുറത്തുള്ള സൗണ്ട്സും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. ബട്ട് ഷി ഗോസ് വിത്ത് ഹെർ ലാപ്ടോപ്പ് ആൻഡ് ലുക്സ് ഇൻസ്റ്റു ആൻഡ് സീ ദ സെയിം തിങ്സ് ഷീ സോ വെൻ ഷീ വാസ് ഇൻസൈഡ്. അവൾ എന്ത് ചെയ്യാണ്? അവൾ പക്ഷേ എന്താ ചെയ്തത്? അവൾ ആ സെയിം ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് പുറത്ത് പോയിട്ട് അവൾ എന്ത് കാര്യങ്ങളാണോ വീട്ടിനകത്തിരുന്ന് കണ്ടിരുന്നത് അത് പുറത്തിരുന്ന് കാണുകയാണല്ലേ. എ ചേഞ്ച് ഓഫ് പ്ലേസ് ഡസ് നോട്ട് നെസസറിലി ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പം എന്താണ്? ഒരു സ്ഥലം മാറിയത് കൊണ്ട് എന്താണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ എന്തുണ്ടാവില്ല? ഒരു മാറ്റവും ഉണ്ടാകില്ല. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ കാർട്ടൂൺ സ്ട്രിപ്സോ കണ്ടിട്ട് എന്താണോ മനസ്സിലാകുന്നത് ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസും ഇത്രയും ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആയിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.